എല്ലാം നമ്മുടെ ഇതാ ഈ ഒരു സ്വിച്ചിലോട്ടാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. ഈ RCBയുടെ ഈ ഗ്രേ കളർ ഗ്രിപ്പും കൂടെ കേട്ടോ അപ്പോൾ വണ്ടിയിൽ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് റൈഡിങ് പാൻറ്റാണ് കേട്ടോ. റൈഡിങ് പാൻറ്റ് ജീൻസ് ആരെങ്കിലും തപ്പി കിടക്കുന്നതെങ്കിൽ വരാം. DRL സെറ്റല്ലേ വണ്ടിയുടെ എന്താണ് RCയുടെ മൾഗാർഡ് ഫുൾ. ഇത് നമ്മുടെ ഷോപ്പിൽ വർക്കിന് കയറിയ 220 ആണ്. വണ്ടിയുടെ ഫുൾ വർക്ക് ഇവിടെ തന്നെ ചെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ. വണ്ടി ഒരു ആക്സിഡൻ്റ് ആയി അങ്ങനെ വണ്ടിയുടെ ബോഡി കിറ്റ് പാർട്സും എല്ലാം മാറ്റിയാണ് നമ്മൾ. അതിൻ്റെ സ്വിംഗാമ്പ് മാറ്റിയിട്ടുണ്ട്, ബേക്ക് കിറ്റ്, ബ്രേക്ക് ലൈറ്റ്, ടാങ്ക് നമ്മൾ റീപെയിൻ്റ് അടിച്ച്, ഫ്രണ്ട് ധൂം പുതിയതാണ് കേട്ടോ. പുതിയ ധൂം എടുത്ത് അതിനകത്ത് നമ്മൾ നിയോ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഫുൾ വർക്ക് കാണിക്കാനാണ് ഈ ഒരു വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബേക്ക് അലോയിക്കൊക്കെ ബെൻഡുണ്ട്. അപ്പം സെക്കൻഡ് ഹാൻഡ് അലോയി കസ്റ്റമർ തന്നെ എടുത്തേണ്ടതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡിസ്ക് ഇളവാത്തതുകൊണ്ട് നമ്മളത് വെൽഡ് ചെയ്ത് ഇളക്കാനുള്ള പരിപാടിയാണ് ബോൾട്ട്. എന്നിട്ട് പുതിയ ബോൾട്ട് വാങ്ങിച്ച് ഇടാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ വർക്ക് ഫുൾ കാണിക്കുന്നതിന് വീഡിയോ ഉണ്ട്. പിന്നെ ഇവിടുന്ന് തന്നെ നമ്മളൊരു എക്സോസ്റ്റ് വണ്ടിയിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് തന്നെ നമ്മൾ സെറ്റാക്കി അടിപൊളിയാക്കിയതാണ്. വണ്ടിയുടെ എക്സോസ്റ്റിനോട് ജസ്റ്റ് ഞാൻ കേൾപ്പിച്ചുതരാം. DB ഒരു മാറ്റിയല്ലേ? ഓക്കെ. ഇതാ ഇതിൻ്റെ കൂടെ DB കൂടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ DB ഒരു മാറ്റിയിട്ടാണ് ഈ ഒരു സൗണ്ട്. DB വെച്ചാൽ ഇത്രയും സൗണ്ട് എടുത്തില്ല, ഒരു ലൈറ്റ് ആയിട്ടുള്ള സൗണ്ട് എടുത്തുള്ളൂ. പക്ഷേ ഈ DB വരുമ്പോഴാണ് വണ്ടിയുടെ കറക്റ്റ് പെർഫോമൻസ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഗോൾഡൻ ബ്രാസ് ചെയിൻ പോക്കറ്റ് മാറ്റിയിട്ടുണ്ട്. വണ്ടി ഫുൾ നമ്മൾ ചേഞ്ച് ആക്കാനുള്ള പരിപാടിയാണ്. അടുത്തതിന് ബേക്ക് വീല് ഈ ഡിസ്കൂരി എടുത്തിട്ട് നമ്മൾ പെയിന്റ് അടിക്കാനുള്ള കൊടുക്കും. പിന്നെ അതായത് 250 നമ്മുടെ ഷോപ്പിൽ നമ്മുടെ RGB DRL സെറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വർക്കും ഫ്ലഷ് ഷോപ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ 250 സെറ്റ് ചെയ്യാൻ പോകുന്ന RGB ലൈറ്റ് കേട്ടോ. അതാ ഇത് എനിക്ക് ഓടിക്കത്തുന്ന ആ ഒരു DRL ആണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. 180 പാറ്റേൺ കേട്ടോ. പാറ്റേൺ ഒന്ന് മാറ്റിയേ, അടുത്ത കളർ കാണിച്ചു തരാം. ഇത് നമ്മൾ വൈറ്റ് സെക്കാണ്. ഓ ബ്ലൂ, അടിപൊളി ബ്ലൂ സെറ്റ് അല്ലേ, അടിപൊളി സെറ്റ്. അപ്പം ഇങ്ങനെ ഒട്ടനവധി കളർ നമ്മുടെ ഈ ഒരു ഫോണിൽ നമുക്ക് കൺട്രോൾ ചെയ്ത് നമുക്ക് DRL അടിപൊളിയാക്കാം കേട്ടോ. അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പൊളി. ഏതാ ബ്ലൂ അല്ലേ? ബ്ലൂവും വൈറ്റോടെ മിക്സ് ആയി എഴുതാം. ഓക്കെ. അപ്പം ഇത്ര വർക്കിനായിട്ട് അപ്പോൾ നിങ്ങൾ നേരെ ഷോപ്പിലോട്ട് വന്നാൽ നമുക്ക് ഇത് അടിപൊളിയായിട്ട് സെറ്റാക്കാം. അപ്പോൾ ഗ്ലാസ് എല്ലാം ഇട്ട് ഫുൾ അടച്ചിട്ട് നമുക്ക് വണ്ടിയിൽ വെച്ചിട്ടുള്ള ലുക്ക് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇപ്പം കാണുന്ന നമ്മുടെ പാട്ടിനനുസരിച്ച് ഇതിൻ്റെ മോഡ് മാറുന്ന കേട്ടോ. പാട്ട് നമ്മൾ സംസാരിക്കുന്ന സൗണ്ടൊക്കെ വെച്ചിട്ട് ഇതാ നോക്കിയോ, ഇതിൻ്റെ ഐഡിയയിൽ ഇപ്പം കേൾക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ ഒരു DRL വർക്ക് കഴിഞ്ഞിട്ടുള്ള ലുക്കാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന 250 സെറ്റ് ചെയ്തിട്ടുള്ള ലുക്ക്. അപ്പം ഇതേപോലെ 180 പാറ്റേണിൽ 180 കളേഴ്സിൽ നമുക്ക് ഈ ഒരു DRL വർക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്തരം വർക്കിനായിട്ട് നമ്മൾ ഷോപ്പിൽ കോൺടാക്ട് ചെയ്താൽ നമുക്ക് അടിപൊളിയായിട്ട് സെറ്റാക്കാം കേട്ടോ. അടുത്ത വർക്കിനായിട്ട് നമുക്കൊരു ചേതക്കാണ്. ചേതക്കിൻ്റെ വർക്ക് എന്ന് വെച്ചാൽ അവന്മാർ ആവശ്യപ്പെട്ടത് ഇവന്മാർക്ക് ഒരു ഓട്ടോഷോണൊക്കെ സംഭവം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇവന്മാർക്ക് വെറൈറ്റി കൊണ്ടുവരണം എന്ന് പറഞ്ഞ് അപ്പോൾ ഈ ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്തായിട്ട് നിയോ ലൈറ്റൊക്കെ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് അവർ ഉദ്ദേശിച്ചത്. വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് അവർ ചോദിച്ച് അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തൊരു വെറൈറ്റി കണ്ടുപിടിക്കാനായിട്ട് പോവുകയാണ്. നമ്മൾ ഈ കാണുന്ന ഈ ഒരു ഹെഡ്ലൈറ്റ് ആണ് അപ്പം ഇതിനകത്ത് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. ഇത് ഒരിക്കലും ഡയറക്റ്റ് ഫിറ്റ് അല്ല, ബേക്കിലത്തെ കണ്ടില്ലേ, അതുകൊണ്ട് ഡയറക്റ്റ് ഫിറ്റ് അല്ല, നമ്മളിത് വർക്ക് ചെയ്ത് ഇതിൻ്റെ അകത്ത് സെറ്റ് ആക്കാനുള്ള പരിപാടിയാണ്. ഓക്കെ. അപ്പം ഇതിൻ്റെ വർക്ക് നമുക്ക് ചെയ്തതിന് ശേഷം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഷോപ്പിൽ ഒരുപാട് എൻക്വയറി വരുന്നൊരു സംഭവം കേട്ടോ. പ്രോ ഡിസ്ക് ഇതാ ഷോപ്പിൽ ഇതാ വന്നിട്ടുണ്ട് കേട്ടോ. 17 ഇഞ്ച് വീല് എല്ലാ വണ്ടിക്കും നമുക്ക് ഇടാൻ പറ്റിയ ഒരു സംഭവമാണ്. ഇത് ഇട്ടാനുള്ള ലുക്ക് എങ്ങനെയെന്നുള്ള എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പം ഒരുപാട് ആൾക്കാർ തിരക്കി നടക്കുന്നുണ്ട്. അപ്പം ഇനിയിപ്പം സാധനം വേണമെന്നൊരു നമ്മുടെ അടുത്ത് വന്നാൽ മതി, നമുക്ക് ഇവിടെ നിന്ന് സെറ്റ് ചെയ്തുകൊണ്ട് പോവാം. ഇത് അടിപൊളി ഐറ്റം കേട്ടോ സംഭവം. ഇത് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിൻ്റെ നെട്ടും ബോൾട്ടും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഈസി ഫിറ്റാണ്. അപ്പം ഷോപ്പിൽ വന്നാൽ നമുക്കിത് സെറ്റാക്കാം. നെക്സ്റ്റ് വീഡിയോയിലേക്ക് പോകണം. 220യുടെ വീൽ ഇതാ പെയിൻറ്റ് അടിച്ച് സെറ്റാക്കി വെച്ചേക്കുന്നുണ്ട്. അപ്പോൾ ടയർ ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ ഇവിടെ കൊണ്ടുവന്നതാണ്. ട്രാക്ക് യൂസ് ടയറാണ് കേട്ടോ. പക്ക ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഉള്ള അത്യാവശ്യം റേറ്റ് കുറഞ്ഞ് കിട്ടി നമുക്ക് ഈ ടയർ. അപ്പം ആ ഒരു ടയറാണ് അപ്പോൾ നമ്മൾ 220 ഇടാനായിട്ട് പോകുന്ന. 170 ടയർ സൈസാണ് അപ്പോൾ നമ്മൾ 220 ഇടാനായിട്ട് പോകുന്നത്. നമ്മളെ ചേതക്കിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഇതിൻ്റെ ബാറ്ററി ഇൻസ്റ്റാൾ ചെയ്യണം കേട്ടോ. അപ്പോൾ അല്ലാതെ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ബാറ്ററി ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഇതിനകത്ത് ആ റെക്ടിഫയർ, അതുപോലെ തന്നെ ഫ്യൂസിൻ്റെ സോക്കറ്റ്, പിന്നെ ഇത് ഇൻഡിക്കേറ്ററിൻ്റെ ആ ഒരു ഫ്ലാഷറാണ് കേട്ടോ. ഇതെല്ലാം സെറ്റപ്പ് ആക്കിയിട്ട് വേണം ചെയ്യാൻ. ഒരുപാട് വയറിങ്ങും കാര്യങ്ങളൊക്കെ ഇതിനു വേണ്ടി കളിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അത് ബാറ്ററിയുടെ നെഗറ്റീവും പോസിറ്റീവും കാണിച്ചിട്ടാണ് ഒന്ന് അപ്പുറത്ത് കൊടുത്തേക്കാണ്. അപ്പം ഇങ്ങനത്തെ കുറച്ച് വർക്കുണ്ട് ഈ ഹെഡ്ലൈറ്റിൻ്റെ ഭാഗം ചെയ്യാനായിട്ട്. അപ്പോൾ ഇതെല്ലാം സെറ്റാക്കിയാലേ നമുക്ക് ഇതിനകത്ത് ഹെഡ്ലൈറ്റിൻ്റെ കണക്ഷൻ കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മൾ ചേതക്കിൻ്റെ വർക്ക് ഇതാ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ലുക്ക് ഉണ്ട്. അതാ നോക്കി എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? നമ്മൾ സെറ്റായിട്ട് നമ്മളതിൻ്റെ മൈനസും കാര്യങ്ങളൊക്കെ ഇട്ട് അടിപൊളി അതിൻ്റെ ഡിമ്പും ബ്രൈറ്റും എല്ലാം കൊടുത്തിട്ടുണ്ട്. എല്ലാം നമ്മളിതാ
ഈ ഒരു സ്വിച്ചിലോട്ടാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. ഈ ഒരു സ്വിച്ചിലാണ് ഇതിൻ്റെ ഫുൾ കൺട്രോളും കൊടുത്തേക്കുന്നത്. നമ്മൾ അത് ഇതിൻ്റെ ഗ്രിപ്പും കൂടെ മാറിയാണ് RCBയുടെ അങ്ങനത്തേടാ ഗ്രിപ്പ് കാണിച്ചേടാ. RCBയുടെ അതായത് ഈ ഗ്രേ കളർ ഗ്രിപ്പും കൂടെ കേട്ടോ അപ്പോൾ വണ്ടിയിൽ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. സെറ്റ് ഫുൾ പവറാണ്. ഇവന്മാരാണ് വണ്ടിയുടെ ഓണർമാരുടെ. ഇത് പേര് പരിചയപ്പെടുത്തിക്കോ. ആദർശ് ഹരി. അപ്പോൾ ഇവന്മാരാണ് ഈ വണ്ടി കൊണ്ട് വന്നത് കേട്ടാ. ഓക്കെ അല്ലേ? സെറ്റ്. ഓക്കെ, അവന്മാർ ഹാപ്പി ആയിട്ടുണ്ട്. അപ്പോൾ വണ്ടിയുടെ ലുക്ക് അപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചില്ല ഇത്രയ്ക്ക് ലുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും സംഭവം കിട്ടുമായിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത നമ്മൾ 220യുടെ വർക്കാണ് കേട്ടോ. അതുകൂടെ കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഇറക്കാം. അതും ഓൾമോസ്റ്റ് എല്ലാം തീർന്നിരിക്കുകയാണ്. പക്ഷേ കാണിച്ചു തരാം. ഗായ്സ്, നമ്മുടെ 220യുടെ വർക്ക് ഇതാണ്. നമ്മൾ DRL അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഫ്ലാഷർ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ മോനെ സീനല്ലേ ആ ഒരു DRL റെഡി കൊടുത്തുകൊണ്ട് തന്നെ ഇമാതിരി നമ്മളെ ചെറിഞ്ഞ് നിൽക്കുന്ന ഒരു 220 അല്ലേ, അടിപൊളി. അപ്പോൾ നമുക്ക് പല മോഡും ഉണ്ട് ഇതിനകത്ത്. നമുക്ക് സ്വിച്ച് ഓൺ ഓഫിൽ നമുക്ക് അടുത്ത മോഡ് കിട്ടും. ഇത് അടുത്ത മോഡ് കണ്ടോ. ഒരു 60 പാറ്റേൺ നമുക്ക് ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ 60 പാറ്റേൺ കേട്ടോ നമ്മൾ കൊടുത്തേക്കണം. ഇതിൻ്റെ അകത്ത് നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് മാറ്റി ഇടാനായിട്ട് പറ്റും കേട്ടോ. സംഭവം അടിപൊളിയായിട്ടുണ്ട്. സെറ്റ്. ഓക്കെ, പിന്നെ നമ്മൾ RCയുടെ മൾഗാർഡൊക്കെ ഫ്രണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി വർക്കൊക്കെ ഇന്നുകൊണ്ട് തീരും കേട്ടോ. ഇനി ബേക്ക് അലോയും കൂടെ ഇട്ടാൽ മാത്രം മതി. ബേക്ക് അലോയുടെ ഡിസ്കിൻ്റെ ബോൾട്ട് ഓടിച്ച് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് വാങ്ങിച്ചു കൊണ്ടൊന്ന് സെറ്റ് ചെയ്ത് ബേക്ക് അലോയും കൂടെ ഇടണം. പിന്നെ ടാങ്ക് എടുത്ത് സെറ്റ് ചെയ്യണം. വർക്ക് കഴിഞ്ഞ് അപ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം വണ്ടി പുറത്ത് ഇറക്കിയിട്ട് നമുക്ക് എക്സോസ്റ്റ് നോട്ടും എല്ലാം ഒന്ന് സെറ്റ് ചെയ്യാം. സെറ്റ്. നമ്മൾ 220യുടെ അടുത്ത വർക്ക് ചെയ്തത് നമ്മളിതിൻ്റെ ഹാൻഡിൽ മാറ്റിയിട്ടാണ്. കണ്ട ഒറ്റ ലുക്കിൽ നമ്മൾ സ്റ്റോക്ക് ഹാൻഡിലൊക്കെ തോന്നും. പക്ഷേ ഇത് CBI 250യുടെ ഹാൻഡിലാണ് നമ്മൾ ഇതിൻ്റെ അത് സെറ്റ് ചെയ്താൽ കുറച്ചും കൂടെ ഒക്കെ റൈഡിങ് കംഫർട്ട് കുറച്ചും കൂടെ കിടിലായിട്ട് കിട്ടും കേട്ടോ. അപ്പം ഫുൾ സെറ്റാക്കിയില്ല, ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തേ ഉള്ളൂ കേട്ടോ. അതിന് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യാണ്ട് ഞങ്ങൾ ജസ്റ്റിനടുത്ത് വെച്ചേ ഉള്ളൂ കേട്ടോ. അഡ്ജസ്റ്റ് ചെയ്ത് ഇത് കറക്റ്റിന് സെറ്റാക്കി വെക്കണം. ടാങ്ക് നമ്മൾ റീപെയിൻറ്റ് ചെയ്ത് കിണ്ണം കച്ച് ലുക്കിലാക്കി വെച്ചേക്കാണ് കേട്ടോ. വണ്ടി ഫുൾ ഒരു പുത്തൻ 220 ആക്കാനുള്ള പരിപാടിയാണ്. അപ്പം എല്ലാം സെറ്റ്. അപ്പോൾ നമ്മുടെ 220യുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ 220യുടെ ഓണർ. അപ്പം അച്ഛനാണ് ഇതിൻ്റെ അത് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വർക്ക് ഫുള്ള് കഴിഞ്ഞ് കൈ മാറ്റിക്കാൻ മോളെ. അപ്പോൾ DRL സെറ്റല്ലേ. അപ്പോൾ വണ്ടിയുടെ RCയുടെ മൾഗാർഡ് ഫുൾ കിറ്റ് നമ്മൾ എല്ലാം പുതിയതാണ് കേട്ടോ. ടാങ്ക് നമ്മുടെ റീപെയിൻ്റ് അടിച്ച് എല്ലാം സെറ്റാക്കിയതാണ്. ബാക്കി എല്ലാം പുതിയ കിറ്റാണ്. ഇത് പഴയതാണ്. പിന്നെ നമ്മൾ ഒരു എക്സോസ്റ്റ് അതിൻ്റെ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബേക്ക് ഭാഗത്തേക്ക് നമുക്ക് നമ്മുടെ റോഡോണ്ട് ഗോൾഡൻ ചെയിൻസ് പോക്കറ്റാണ് കേട്ടോ. 220യുടെ തന്നെ ഗോൾഡൻ ചെയിൻസ് പോക്കറ്റാണ് ഇട്ടിരിക്കുന്നത്. ഇനി വണ്ടി ചെറിയായിട്ടൊന്ന് വാട്ടർ സർവീസ് ചെയ്യണം, ഈ പൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് പോകാനായിട്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ സ്വിങ്ങാമ്പ് മാറിയിട്ടുണ്ട്. പുതിയ സ്വിങ്ങാമ്പാണ് കേട്ടോ ഈ സ്വിങ്ങാമ്പ്. അപ്പോൾ വണ്ടി കുറച്ച് ആക്സിഡൻ്റായി കുറച്ച് പണിയായിട്ട് എല്ലാം നമ്മൾ സെറ്റാക്കി വണ്ടി പവറാക്കി ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി വണ്ടിയുടെ എക്സോസ്റ്റിനോട് ജസ്റ്റ് ഞാൻ കേൾപ്പിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് വണ്ടിയുടെ അപ്പോൾ ചെയ്ത ഫുൾ വർക്ക് കേട്ടോ. ബ്രോ ഹാപ്പി അല്ലേ? ഹാപ്പിയാ. ഓക്കെ, അപ്പോൾ വണ്ടി അടിപൊളിയാക്കി നമ്മൾ ഇറക്കിയിട്ടുണ്ട്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ മുമ്പ് ഇട്ട് നമ്മുടെ RCയുടെ ഫുൾ വൈസർ വൈറ്റ് ആണ് കേട്ടോ. അപ്പോൾ ബ്ലാക്ക് നമ്മുടെ ഷോപ്പിൽ ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബ്ലാക്ക് വൈസർ തേടി നടക്കുന്നവർക്ക് നമുക്ക് ഇതും ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഷോപ്പിലിട്ട് വന്നാൽ മതി. GPS ട്രാക്കർ നമ്മൾ എൻ്റെ ഡ്യൂക്ക് 390 വെച്ച് വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സാധനം ഇപ്പോഴാണ് നമുക്ക് അതിൻ്റെ സ്റ്റോക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് പീസ് ഇരിപ്പുണ്ട്. അപ്പോൾ GPS ട്രാക്കർ വയ്ക്കാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ തന്നെ വന്നാൽ നമുക്ക് ഇവിടെ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ. ഞാൻ അതിൽ ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. സംശയം ഉണ്ടെങ്കിൽ അതിലേക്ക് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. നമുക്ക് എവിടെ പോയെന്നാൽ എല്ലാം നമുക്ക് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പക്ക ടൈമിങ് നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ സാധനം സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. ഇത് നമ്മുടെ RCBയുടെ ഗ്രിപ്പാണ്. ഇത് ഗ്രേ കളറാണ് കേട്ടോ. കിട്ടാൻ ഭയങ്കര പാടുള്ള സംഭവമാണ് ഈ ഒരു ഗ്രേ കളർ. നമ്മൾ സാധനം കിട്ടാനില്ലാത്തതുകൊണ്ട് എല്ലാവരും ഓറഞ്ച് ബ്ലൂ ഒക്കെ വയ്ക്കും. അപ്പോൾ സാധനം ഇപ്പോൾ ഒരുപാട് പീസ് ഇതിൻ്റെ ഗ്രേ കളർ ഒരുപാട് ഇപ്പോൾ 3 കൈ കൊള്ളുള്ളൂ. കാരണം ഒരുപാട് ഷോപ്പിലുണ്ട്. അപ്പം തിരക്കി നടക്കുന്നവർ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. ഡ്യൂക്കിൻ്റെ ഹാൻഡിലാണ് കേട്ടോ. ഒറിജിനൽ KTMൻ്റെ ബ്രാൻഡിൻ്റെ ഹാൻഡിലാണ്. ഒറിജിനൽ ഹാൻഡിലാണ്. അത് ബ്ലാക്ക് കളർ കേട്ടോ. അപ്പോൾ ബ്ലാക്കും സിൽവറും നമ്മളെ കയ്യിൽ ഇരിപ്പുണ്ട്. ഹാൻഡിലും തപ്പിയെടുക്കുന്നവർക്ക് വരാം. പക്ഷേ ഈ കാണുന്ന ഒരു ജീൻസ് പാൻറ്റാണ്. അപ്പോൾ നിങ്ങൾ കഴിക്കുന്നത് തുണിക്കടയാണ്. പക്ഷേ അല്ല, ഇത് റൈഡിങ് പാൻറ്റാണ് കേട്ടോ. ഈ ഭാഗത്തൊക്കെ നമുക്ക് പ്രൊട്ടക്ഷനൊക്കെ വരുന്ന ഒരു റൈഡിങ് പാൻറ്റാണ്. നമുക്കൊരു ഇവൻ്റൊക്കെ കുറച്ച് ദൂരത്തുള്ള ഇവൻ്റൊക്കെ വരാൻ നേരത്ത് നമുക്ക് റൂമൊന്നും എടുക്കാതെ നേരെ നമുക്ക് ഇവൻറ്റിന് പങ്കെടുക്കാൻ പോകണമെങ്കിൽ നമുക്ക് ഈ ഒരു റൈഡിങ് പാൻറ്റ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് പോകുന്ന പോക്കിൽ നമുക്ക് പ്രൊട്ടക്ഷനും കിട്ടും. പക്ക ഒരു ജീൻസ് പാനാണൊക്കെ കിടക്കുകയും ചെയ്യും കേട്ടോ. ഇത് ആക്ച്വലി ഞാനിതിപ്പോൾ എനിക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. അപ്പം 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഒരെണ്ണം ഞാൻ എൻ്റെ പേഴ്സണൽ യൂസിനായിട്ട് ഇത് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഒരെണ്ണം അല്ല ഷോപ്പിൽ സെയിലിങ്ങിനായിട്ട് ഇങ്ങനെ ഇട്ടേക്കാണ് കേട്ടോ. അപ്പം റൈഡിങ് പാൻറ്റ് ജീൻസ് ആരെങ്കിലും തപ്പി കിടക്കുന്നതെങ്കിൽ വരാം, പൊളിക്കാൻ നമുക്ക്. അപ്പോൾ നമ്മുടെ ഷോപ്പിൽ പുതിയൊരു സ്റ്റാഫ് വന്നിട്ടുണ്ട്. നമ്മുടെ പേര് പറഞ്ഞു. പേര് പറയടി, പേര് പറ. അല്ലെ പേര് പറ. അവിടെ ആണ് വീഡിയോ എടുക്കുന്നത്. പേര് പറ. അശ്വിൻ മെഹദി കേട്ടോ. പുതിയ സ്റ്റാഫാണ്. അപ്പം ഇവിടെ വന്നാൽ നമുക്ക് പുതിയ സ്റ്റാഫിനെ കാണാം അല്ലേ. ഹായ് പറ എല്ലാവർക്കും. ഹായ് പറ.
നമ്മൾ നേരെ ഇന്ന് ഗ്രൗണ്ടിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഗ്രൗണ്ടല്ല, ഇവിടെ അടുത്തുള്ള സ്ഥലമാണ്, ഷോപ്പിൻ്റെ അടുത്തുള്ളൊരു സ്ഥലമാണ്. ഞാൻ ഇടയ്ക്കൊന്ന് ഓഫ് റോഡ് ജമ്പൊക്കെ അടിച്ചായിരുന്നു. അപ്പോൾ ആ സ്ഥലത്ത് നമ്മളെ 220 കൊണ്ട് നൗഫാനും കൊണ്ട് ഇറക്കിയായിരുന്നു. എന്താ പറയാ, ഇവിടെ സ്റ്റണ്ട് പാടാണോ? നൗഫാനെ 220 കണ്ടപ്പോൾ ഒരു മോഹം, നമ്മൾ 220 കൊണ്ടുവന്ന് സ്റ്റണ്ടിന് ഇറക്കണമെന്ന്. അപ്പോൾ അടുത്തുള്ള ഈ ഒരു സ്ഥലത്താണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ. തറയും കാര്യങ്ങളൊന്നും അത്ര ക്ലിയർ അല്ല, എന്നാലും പറ്റുന്ന പോലെയൊക്കെ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് റിഹേഴ്സൽ എടുത്ത് നോക്കിയാണ്, കിട്ടില്ല എന്ന് അറിയാനായിട്ട്. പിന്നല്ല, പക്ഷേ എൻ്റെ മോൻ്റെ അടിപൊളി. മിസ്സിങ് ആയിട്ടാ. ഒരുപാട് നാൾക്ക് ശേഷം വീണ്ടും വന്ന് ജസ്റ്റ് ഒന്ന് റിഹേഴ്സൽ ചെയ്ത് നോക്കിയാണ്. അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അടിപൊളി. വണ്ടി എണ്ണയായിരുന്നു, മിസ്സിങ് ആയിരുന്നു. എണ്ണ തീർന്നാന്ന് തോന്നുന്നു. അത് ബ്ലഡിൽ അലിഞ്ഞു ചേർന്നതാണ്. വീണ്ടും നിങ്ങൾ നൗഫാൻ്റെ അടുത്ത് ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് അയക്കണോ, വീണ്ടും നമ്മളെ സ്റ്റണ്ടിങ്ങിനേക്കൊക്കെ തിരിച്ച് വരാനായിട്ട്. നൗഫാ സ്റ്റണ്ടിങ്ങൊക്കെ വിട്ട് കൂടുതൽ നമ്മുടെ റീൽസും പിന്നെ അല്ലാതെ വേറെ ജോബും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം വീണ്ടും ഒന്ന് സ്റ്റണ്ടിലേക്ക് ഒന്ന് തിരിച്ചു വരാനായിട്ട് എല്ലാവരും താഴെ ഒന്ന് കമൻറ്റ് അയക്കുക. എണ്ണ തീർന്നു. അപ്പോൾ നമ്മൾ സ്റ്റണ്ടിങ്ങും പരിപാടിയൊക്കെ ജസ്റ്റ് ഒന്ന് നൗഫാനൊന്ന് ബൂസ്റ്റപ്പ് ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വന്നതാണ് കേട്ടോ. അല്ലാതെ ഇതല്ലല്ലോ വഴി. ഞാൻ ഇറങ്ങൂല, കയറി പോ. പിന്നെ അല്ല. അപ്പം നമ്മളെ പരിപാടി എല്ലാം കഴിഞ്ഞ് നേരെ ഇനിയിപ്പോൾ വീട്ടിലോട്ട് പോവാൻ കേട്ടാ. സെറ്റല്ലേ? ചുമ്മാ ഒന്ന് ജസ്റ്റ് ചെയ്തേ കേട്ടോ, ഹെൽമെറ്റ് ഒന്നും ഇല്ലാതെ. അയ്യോ, അത് പറയാൻ മറന്നു. ഹെൽമെറ്റ് ഇല്ലാതെ ചെയ്യാതെ, ഹെൽമെറ്റ് മടിയിരിപ്പോണ്ട് ജസ്റ്റ് ഇത് സ്റ്റണ്ടിങ്ങിനായിട്ട് വന്നല്ലേ പോയത്. അതാ നമ്മൾ ഗ്രൗണ്ടിലൂടെ ഉണ്ടെന്ന് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബൂസ്റ്റപ്പ് ആവാനായിട്ട് ജസ്റ്റ് ഒന്ന് വന്ന് നോക്കിയതാ. ഇതൊരു അല്ലാതെ സ്റ്റണ്ടിങ്ങിനൊക്കെ മെയിനായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ ഇറങ്ങുകയാണെങ്കിൽ ഈ കോസ്റ്റ്യൂമൊന്നും ആയിരിക്കത്തില്ല. ജാക്കറ്റും എല്ലാം ഷൂ എല്ലാം ഇട്ട് പക്ക സേഫായിട്ട് നമ്മൾ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു. അപ്പോൾ 3-4 ദിവസത്തെ പരിപാടി ഞാൻ ഓരോ തവണ ഷൂട്ട് ചെയ്ത് എല്ലാം അടിക്ക് സെറ്റാക്കി വീഡിയോ തീർത്തതാണ് കേട്ടോ. അപ്പോൾ ഈ അടുത്തൊരു കിട്ടിലം വീഡിയോ വരുന്നുണ്ട്, എല്ലാവരും വെയിറ്റ് ചെയ്യാൻ ചെയ്തൊരു കിട്ടിലം സർപ്രൈസ് വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു. അപ്പോൾ എന്തായാലും മറ്റൊരു കിട്ടിലം വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരെയ്ക്കും